ചെറുപ്പം മുതലേ ഒരു ഭാഗ്യമില്ലാത്ത കുട്ടിയായിരുന്നു അപർണ. അവളുടെ കയ്യില് പൂജിച്ച് തൊഴാനായിട്ട് കൊടുക്കുമ്പോഴും ആ തീ തന്നെ കെട്ടുപോവാണ്. പോട്ടെ, ഒരു ബലൂൺ വാങ്ങിയിട്ടെങ്കിലും ഭാഗ്യം കൊണ്ടുവരാന്ന് വിചാരിച്ചാല് ആ ബലൂൺ തന്നെ പറന്നു പോവാണ്. അച്ഛനും അമ്മയും അവൾക്ക് ഒരു പുതിയ സൈക്കിൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പൂജ കഴിയുമ്പോഴത്തേനും ആ സൈക്കിൾ ആരോ കട്ടുണ്ടു പോവാണ്. അങ്ങനെ ഭാഗ്യമില്ലാതെ വളർന്ന ഒരു പെൺകുട്ടി. അങ്ങനെ അവള് വളർന്ന് വലുതാകുന്നുണ്ട്. ഇപ്പോൾ അവൾ അവളുടെ ബ്രഷില് പേസ്റ്റ് എടുക്കുമ്പോ ആ പേസ്റ്റ് താഴെ വീണ് പോവാണ്. ഡ്രസ്സ് അലക്കാനായിട്ട് ഇടുമ്പോ എല്ലാത്തിലും കളർ പിടിച്ചത് നശിച്ചു പോവാണ്. അമ്പലത്തിൽ തേങ്ങ ഉടയ്ക്കുമ്പോ അതിന്റെ പാർട്ട് പൂജാരിയുടെ മേൽ തന്നെ വീണ് അയാളുടെ തലേന്ന് ചോര വന്ന് അവൾക്ക് ഓടിപ്പോവേണ്ട ഗതി വരാണ്. ബർഗർ തിന്നാനായിട്ട് നോക്കുമ്പോ അതിൽ കാക്ക കാഷ്ടിക്കാണ്. വഴിയിൽ ഒരു സ്ത്രീ ബുദ്ധിമുട്ടുന്നത് കണ്ട് സഹായിക്കാന്ന് വിചാരിച്ചാല് ആ കിറ്റ് പൊക്കിയതും അത് അങ്ങനെ തന്നെ പൊട്ടിപ്പോകാണ്. വഴിയിലുള്ള ഒരു കൈനോട്ടക്കാരി ഈ മോതിരിട്ട ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവള് പൈസ കൊടുത്ത ആ ഒരു മോതിരം ഇട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷെ അന്നത്തെ എക്സാമില് ഇങ്ക് തന്നെ തട്ടിപ്പോയി അവളുടെ എക്സാം ആകെ കൊള്ളാവുന്നുണ്ട്. ഓട്ടോയിൽ പോകുമ്പോ ഓട്ടോയുടെ ടയർ പഞ്ചർ ആവുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു മോതിരത്തിലൊന്നും കാര്യമില്ലാന്ന് മനസ്സിലാക്കി അവള് അവിടെ പോയി അതെല്ലാം തട്ടി മറിച്ചിടാണ്. വെള്ളം ഒഴിച്ച് തീ വരുത്തുന്ന ഒരു എക്സ്പെരിമെന്റ് അവളുടെ സാറിന് അവള് ചെയ്ത് കാട്ടി കൊടുക്കുമ്പോ ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ലാന്ന് പറഞ്ഞ് സാർ അത് പുച്ഛിച്ച് തള്ളാണ്. ഇവിടെ ഒന്നും ജോലി കിട്ടാത്തോണ്ട് തന്നെ അവളിപ്പോ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും പ്ലാൻ വരയ്ക്കാന്ന് വിചാരിച്ചാല് അപ്പൊ തന്നെ കരണ്ടും പോകുന്നുണ്ട്. ഇപ്പൊ അവൾ അവളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ഡോക്ടർ അടുത്ത് വന്ന് പറയാണ്. അവൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോ പോലും അവളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന പയ്യനാണ് കൂടുതൽ മാർക്ക്. അവൾക്ക് ആ ഒരു ജോലി കിട്ടൂലെന്ന് ഉറപ്പ് വരാണ്. അങ്ങനെ ഇന്റർവ്യൂ സമയത്ത് സാലറി എത്രയാണെന്ന് ചോദിച്ചോണ്ട് തന്നെ അവൾക്ക് ആ ഒരു ജോലി കിട്ടൂലെന്ന് വിചാരിച്ച് അവള് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അവളുടെ കാലിൽ ഒരു ആണി കുത്തിക്കേറുന്നത്. ആ ഒരു ആണി കുത്തിക്കേറിയോണ്ട് തന്നെ അവളുടെ കാലിൽ നിന്നുള്ള ചോര ഒരു കല്ലിലേക്ക് വീഴുന്നുണ്ട്. ശരിക്കും ഈ ഒരു കല്ല് മന്ത്രവാദികൾ പൂജിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. ആരാണോ രക്തം കൊടുത്ത് അതിനെ തൃപ്തിപ്പെടുത്തുന്നത് അവരെന്താഗ്രഹിച്ചാലും ഇനി നടക്കുമായിരുന്നു. പിന്നീട് അവളുടെ ജീവിതം തന്നെ അങ്ങോട്ട് മാറിപ്പോകാണ്. പക്ഷെ ഇതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കാനായിട്ട് തുടങ്ങാണ്. അൺലക്കി ആയിരുന്ന അവള് ലക്കി ആയിട്ട് മാറാണ്. പക്ഷെ ഇതുകൊണ്ട് അവൾക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അവൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചു കിട്ടും. അങ്ങനെ അവൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് അവൾ വളരെ മോശമായിട്ടാണ് അറ്റൻഡ് ചെയ്തതെന്നുണ്ടെങ്കിലും അവൾ ആ ഒരു ജോലി എനിക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ തന്നെ അവൾക്ക് മെയിൽ വരുന്നുണ്ട്. ആ ഒരു ജോബ് അവൾക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ആ ഒരു കമ്പനിയിൽ ഒരു പ്രോജക്ട് മാനേജർ ഉണ്ടായിരുന്നു. ആ പെണ്ണ് ഭയങ്കര മോശമാണ്. വേറുള്ളവർ ചെയ്ത പ്രോജക്റ്റ് എല്ലാം അവള് ചെയ്തതാണെന്നും പറഞ്ഞ് MDക്ക് കാട്ടി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും അവളെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഒരു ദിവസം അപർണ ചെയ്ത പ്രോജക്റ്റ് എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു സൈറ്റിലേക്ക് അവൾ പോകുന്ന സമയത്ത് അവിടെ ഉള്ള എഞ്ചിനീയറിനെ കാണാണ്. അവൻ അപർണനെ വല്ലാതെ നോക്കുന്നു എന്നും പറഞ്ഞ് അവനായിട്ട് അവള് നന്നായി തന്നെ തല്ലുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലാവണ്യ അവനോട് സംസാരിക്കുമ്പോ അവൾ അവിടെ നിന്ന് മാറ്റി നിർത്താണ്. വെറുതെ ആവശ്യമില്ലാതെ അവനോട് പോയി തല്ലുണ്ടാക്കുന്നത് പോലെ. ആ ഒരു സൈറ്റിലേക്ക് അപർണ ലാവണ്യയുടെ കൂടെയാണ് വന്നത്. എന്നാൽ അമ്മക്ക് വയ്യാന്നും പറഞ്ഞ് നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു സൈറ്റിൽ നിന്ന് ഒരു ക്യാബും ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നില്ല. 11 കിലോമീറ്ററോളം അവിടെ നിന്ന് പോകണമായിരുന്നു ഇനി ഒരു വണ്ടി കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അവളെ പ്രഭ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ആണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഇവൾ ഇത്രയും ദേഷ്യം അവനോട് കാണിച്ചത് എന്താന്ന് വെച്ചാല് അവര് കോളേജ് ടൈമിൽ തന്നെ അറിയുന്ന ആൾക്കാരായിരുന്നു. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഇവനോട് സിഗരറ്റ് വലിക്കരുതെന്ന് അപർണ പറഞ്ഞിട്ടുണ്ട്. ഇവൻ അപർണ കാണാതെ ഒളിച്ചു വെച്ച് സിഗരറ്റ് വലിക്കുന്നത് കണ്ട അവള് അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് അവര് പിരിഞ്ഞത്. ഇവള് ബ്രേക്കപ്പ് ചെയ്ത് പോയതിനു ശേഷം അവൾ അന്വേഷിച്ച് അവനൊട്ട് പോയിട്ടുമില്ല. ഇപ്പൊ അന്ന് ബൈക്കിൽ പോകുമ്പോ എന്തുകൊണ്ടാണ് നീ തിരിച്ചെന്നെ അന്വേഷിച്ച് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കിട്ടാത്തതെന്ന് അവൻ പറഞ്ഞോണ്ട് തന്നെ സെന്റിമെന്റ് ആയി അപർണ അവളെ ദേഷ്യം മുഴുവൻ മറന്ന് അവര് രണ്ടുപേരും പിന്നീട് ഒന്നാവുന്നുണ്ട്. ഇപ്പൊ അപർണക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവള് വിചാരിക്കുന്നതെല്ലാം നടക്കുമായിരുന്നു. ഒരു ദിവസം ബൈക്കില് അപർണ കയറാനായിട്ട് പോകുന്ന സമയത്ത് പ്രഭയുടെ പിന്നിലായിട്ട് ലാവണ്യ വന്ന് കേറി അവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ ദേഷ്യത്തിൽ അപർണ അവളൊന്ന് താഴെ വീണിരുന്നെങ്കിൽ എന്ന് പറയാണ്. ആ നിമിഷം തന്നെ അവൾ താഴെ വീഴുന്നുണ്ട്. പ്രഭയാണ് തന്നെ തള്ളിയിട്ടതെന്നും പറഞ്ഞ് ലാവണ്യ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഒരു ദിവസം പ്രഭയുടെ അമ്മക്ക് ഹാർട്ടിൽ എന്തോ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമായിരുന്നു. അതും അപർണ മനസ്സില് നല്ല രീതിയിൽ ആ ഒരു സർജറി നടക്കണമെന്ന് പ്രാർത്ഥിച്ചതും 2 മണിക്കൂറിനുള്ളിൽ അത്ഭുതകരമായിട്ട് ആ ഒരു സർജറി നടക്കാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് പ്രഭ നന്നായി തന്നെ ഗോൾ അടിക്കുന്നുണ്ട്. എന്നാൽ എതിർ ടീമുകള് ഒട്ടും തന്നെ കളിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒരു ഗോള് പോലും അടിച്ചിട്ടില്ല. കളി ബോറായി തോന്നിയ അപർണ ആ എതിർ ടീമിൽ
ടീമിൽ ഒരാള് 4 ഗോൾ അടിച്ച് ജയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അയാളാണെന്ന് വെച്ചാല് 4 ഗോളും അടിച്ച് ജയിക്കുന്നുണ്ട്. അവൾക്ക് അത് വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നാണ്. അവളുടെ കമ്പനിയിലെ ആ ഒരു പ്രൊജക്ട് മാനേജർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാനേജർ വേറെ ഒരു പെണ്ണിന്റെ പ്രോജക്ട് അവള് ചെയ്തതാണെന്നും പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. ആ ഒരു പെണ്ണ് അത് MD-യോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാണ്. ഇതുപോലെ എല്ലാവർക്കും ഇവള് ഭയങ്കര ഒരു ടോർച്ചറാണ് ചെയ്യുന്നത്. അപർണ ചെയ്ത ഒരു പ്രോജക്റ്റും ആ ഒരു പ്രൊജക്ട് മാനേജർ ആണ് ചെയ്തതെന്ന് അവള് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. ഈ ദേഷ്യത്തിൽ അപർണ ഇവൾ അധിക കാലം ഒന്നും ഉണ്ടായില്ല, വേഗം തന്നെ പൊക്കോളും എന്ന് പറയാണ്. ഇവളുടെ കൺമുന്നിൽ കൂടെ ആ ഒരു പ്രൊജക്ട് മാനേജർ പോയി ചില്ലിലായി തലയിടിച്ച് താഴത്തേക്ക് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോഴല്ല അതിനെ തുടർന്ന് വേറെ ഒരു നെഗറ്റീവും കൂടി സംഭവിക്കുന്നുണ്ട് എന്ന്. അവൾ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ഇതെല്ലാം അവളുടെ മനസ്സിന്റെ തോന്നലാണെന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പൊ അവൾക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട്. അവള് മുന്നേ പറഞ്ഞ എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് അവൾക്ക് മനസ്സിലാവാണ്. സംഭവം എന്താന്ന് വെച്ചാല് അവളുടെ MD-യുടെ അനിയൻ അപർണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലാവണിയോട് മോശമായിട്ട് പെരുമാറാണ്. ഇതില് ദേഷ്യം തോന്നിയ അപർണ അയാളെ പോയി ചീത്ത വിളിക്കുന്നുണ്ട്. ഇതിലും ഭേദം നിനക്കൊക്കെ ചത്തൂടേന്ന് ചോദിക്കുകയാണ്. ആ ചത്തൂടേന്ന് ചോദിച്ചതാണ് ഇപ്പൊ പ്രാവർത്തികമാവാനായിട്ട് പോകുന്നതെന്ന് അപർണക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു MD-യുടെ ബ്രദർ മരിക്കാനായിട്ട് പോവാണ്. അപർണ അവനെ രക്ഷിക്കാനായി അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ഒരു ഡോക്ടർക്ക് ഈ MD-നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ MD-നെ വിളിച്ചിട്ട് നിങ്ങളുടെ അനിയന് ഒരാപത്തുണ്ട്, അപർണ എന്ന് പറഞ്ഞ പെൺകുട്ടി നിങ്ങളുടെ അനിയനും തമ്മിൽ എന്താണ് പ്രശ്നമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ബ്രദറിനെ കൊല്ലാനായിട്ട് കുറെ ഗുണ്ടകൾ പിന്നാലെ പോകുന്നുണ്ട്. അപർണ അവനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. MD-യെ അപർണ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അപർണനായിട്ട് തല്ലു പിടിച്ചിരിക്കല്ലേ. ആ ഒരു ദേഷ്യത്തിൽ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അറ്റൻഡ് ചെയ്താൽ പോലും അവളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരവസരത്തിൽ അവൾ ഇടപെട്ട് ആ ഒരു ഗുണ്ടകളെല്ലാം ഓടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ആ ഒരു അനിയനും അപർണ തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവളോട് താങ്ക്സ് പറയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ഷീറ്റ് പറന്നു വന്ന് അവന്റെ കഴുത്തിലൂടെ പോയി അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അതായത് അപർണ എന്ത് പറഞ്ഞാലും അതൊക്കെ നടക്കാണ്. എത്ര അവള് നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമില്ല, അത് നടന്നിരിക്കും. ഒരു മരണം നേരിട്ട് മുന്നിൽ കണ്ട അവള് ആകെ ഷോക്ക് ആവുന്നുണ്ട്. അവൾ ആകെ തകർന്നു പോവാണ്. ഡോക്ടർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ ഒരു കാരണത്തിന് ശേഷമായിരിക്കും നിനക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക, അതെന്താണെന്ന് ഓർക്കാൻ. അപ്പോഴേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ എന്ന് അപർണ നന്നായിട്ട് ആലോചിക്കുമ്പോഴാണ് അന്നൊരു ദിവസം സൈറ്റിൽ വെച്ച് അവളുടെ കാലില് ആണി കുത്തി കയറിയിരുന്നു. ആ ഒരു സ്പോട്ടിൽ നിന്ന് അവൾക്ക് ഒരു ക്രിസ്റ്റൽ പോലത്തെ കല്ല് കിട്ടിയിട്ടുണ്ട്. ആ കല്ല് അവള് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. അപർണ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ഒരു കല്ല് എടുത്തതെന്ന്. അവൾ ആ ഒരു അബോധാവസ്ഥയിലാണ് ആ കല്ല് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ കല്ലാണ് അവളുടെ ഈ ഒരു പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന അവള് ആ ഒരു കല്ല് നിലത്തിട്ട് പൊട്ടിക്കാണ്. ആക്ച്വലി ഈ ഒരു കല്ലിന്റെ ഉള്ളിൽ ഒരു പ്രേതത്തെ തളച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഈ കല്ല് എന്നാണോ പൊട്ടുന്നത് അന്ന് ആ ഒരു പ്രേതം പുറത്തു വരുമെന്ന് ആ ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപർണയുടെ മുന്നിലായിട്ട് ആ ഒരു പ്രേതം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവളും അത് കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അപർണ ആ ഒരു പ്രേതത്തിനോട് എന്നെ വിട്ടിട്ട് പോകാൻ പറയുമ്പോഴാണ് എന്താണ് ആ ഒരു പ്രേതത്തിന് സംഭവിച്ചെന്നുള്ളത് പറയുന്നത്. പ്രേതത്തിന്റെ പേര് മീര എന്നായിരുന്നു. അവൾക്കൊരു മോളാണ് ഉള്ളത്. അവളൊരു ആന്ധ്രക്കാരിയാണ്. ഒരു പയ്യനെ സ്നേഹിച്ച് തമിഴ്നാട്ടിൽ വന്ന് ജീവിച്ചു. പക്ഷെ അവന് ഒരു കൊച്ചായതിനു ശേഷം അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ ആ ഒരു കുട്ടിയെ വളർത്താൻ വേണ്ടി ഒരു കമ്പനിയിൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. തന്റെ മകൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മകളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാല് ഒരു ദിവസം ഞാൻ അമ്മയായി നിന്ന് അമ്മ കുട്ടിയായി നിന്ന് എനിക്ക് അമ്മയെ നന്നായി നോക്കണം എന്നായിരുന്നു. അപർണ വർക്ക് ചെയ്യുന്ന ആ ഒരു സെയിം കമ്പനി തന്നെയായിരുന്നു മീര വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഈ ഒരു MD അടക്കം 4 പാർട്ട്നേഴ്സ് ആണ് ഉള്ളത്. അവർ ഇല്ലീഗലായിട്ട് ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കള്ളക്കണക്ക് ഉണ്ടാക്കാനായിട്ട് മീരയോട് പറയുന്നുണ്ട്. അവൾ ഓഡിറ്റർ അല്ലേ, പക്ഷെ അവൾക്ക് അത് പറ്റില്ല എന്ന് പറയാണ്. ഇതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. എന്നാൽ ഈ ഒരു കമ്പനിക്ക് വരുന്നത് മാത്രമാണ് നിങ്ങളുടെ തീരുമാനം, പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വിചാരിക്കണമെന്ന് MD പറയാണ്. അവൾ ഒരുപാട് ജോബ് ഓഫേഴ്സ് നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു ജോലി പോലും കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ കമ്പനിയിൽ റെയ്ഡ് വരുന്നുണ്ടെന്ന് ആ ഓണേഴ്സിന് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ മീരയെ കൊന്നു കളയണമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട്. ഒരു ദിവസം ആ മോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അവൾ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ 4 പേരും വീട്ടിലേക്ക് വന്ന് അവളെ ഗ്യാസ് ലീക്ക് ചെയ്യിപ്പിച്ച് തീയിട്ട് കൊന്നു കളയാണ്. ആ ഒരു മകള് തന്റെ അമ്മയെയും വെയിറ്റ് ചെയ്ത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് അവളുടെ ആത്മാവ് ഇവരെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ ഒരു സ്വാമിജിനെ വിളിച്ച് ആ ഒരു ആത്മാവിനെ ഒരു കല്ലിൽ ഇപ്പൊ തളച്ചിട്ടേക്കാണ്. ആ ഒരു കല്ല് നമ്മളുടെ നായികയായിട്ടുള്ള അപർണയ്ക്ക് കിട്ടുകയും അവൾ അത് ഉടച്ചു കളഞ്ഞപ്പോ അപർണയുടെ മേത്താണ് ഇപ്പോ
ആ പ്രേതം കേറിയിരിക്കുന്നത്. അപർണ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊല്ലാനായിട്ട് തുടങ്ങാണ്. തന്റെ മകളിൽ എവിടെയെന്ന് അന്വേഷിക്കുമ്പോ അവളിപ്പോ ഒരു ഓർഫനേജിലാണ് ഉള്ളത്. ആ ഓർഫനേജിലത്തെ ആള് ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറാനായിട്ട് നോക്കുന്നുണ്ട്. അത് മാത്രല്ല അവൾക്ക് ഫുഡൊന്നും മര്യാദക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മീരക്കും നല്ലോണം സങ്കടം വരുന്നുണ്ട്. അപർണയുടെ രൂപത്തിൽ പോയി ഒരു കൊച്ചിനെ ദത്തെടുക്കാമെന്ന് അവള് വിചാരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഫോർമാലിറ്റീസ് ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ അവൾ ഒരു ദിവസം ആ കൊച്ചിനെയും കൊണ്ട് പുറത്തെല്ലാം പോകുന്നുണ്ട്. ഐസ്ക്രീമും ഫുഡും ഒക്കെ വാങ്ങിക്കൊടുക്കാണ്. പിന്നീട് തിരിച്ച് ഓർഫനേജിൽ തന്നെ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അപർണയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് അവളുടെ കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. 4 പേരില് 3 പേരെയും മീര കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആളെ കൊല്ലാനായിട്ട് പോകുമ്പോഴേക്കും അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ ഒരു പൂജാരിയെ വിളിച്ചു കൊണ്ടുവന്ന് മീരന്റെ മകളെയും ആ ഒരു സ്ഥലത്ത് എത്തിച്ച് പൂജകളെല്ലാം ചെയ്ത് ആത്മാവിനെ പുറത്തിറക്കുന്നുണ്ട്. എന്നിട്ട് അപർണയെയും കൊന്നു കുഴിച്ചിടാണ്. എന്നാൽ അയാൾ വീട്ടിലെത്തിയതും അപർണ അവിടെ വന്ന് നിൽക്കുന്നത് കാണാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ആ സ്വാമിജി എന്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു പ്രേതം കുപ്പിക്കുള്ളിൽ കയറിയതെന്ന് പറഞ്ഞ് സെന്റിമെന്റ് ആയിട്ട് ആ പ്രേതത്തെ തുറന്നു വിടാണ്. അങ്ങനെ ലാസ്റ്റത്തെ പ്രതികാരവും അവള് ചെയ്ത് തീർക്കാണ്. ഇപ്പൊ അപർണ പോയിട്ട് മീരയുടെ കൊച്ചിനെ ദത്തെടുക്കുന്നുണ്ട്.